നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദുവിനെ അനി ഫോൺ ചെയ്യുവാണ്. ആ സമയം നന്ദു പറഞ്ഞു, എല്ലാം രാത്രി ഒപ്പിച്ചു വെച്ചിട്ട് പോയിട്ട് അപ്പൊ രാവിലെ വിളിക്കുവല്ലേടാന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, നന്ദു, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഇപ്പൊ വിളിച്ചത്. എന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. അതെ, എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. നീ കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ ആദർശേട്ടൻ ദുബായ് ജയിലിലാന്ന് പറയാണ്. ജയിലിലോ? അതെ. നീ കേട്ട പാതി കേൾക്കാത്ത പാതി നായനടുത്തി വിളിക്കാനൊന്നും നിൽക്കരുത്. നായനടുത്ത് ഇവിടെ ആരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ നിന്നോട് ഞാനൊന്ന് പറഞ്ഞത് മാത്രം. ഇത് കേട്ടപ്പോ നന്ദി വെച്ച് എന്താടാ പറ്റിയത്? അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്നാ ശരി, കോള് വെക്കുവാന്ന് പറഞ്ഞിട്ട് അനി കട്ട് ചെയ്തു. അപ്പോഴേക്കുമാണ് കനയും ഗോവിന്ദനും കൂടെ വരുന്നത്. കനക കേട്ട് ഫോൺ വിളിക്കുന്നത്. ആരുടെ വിളിച്ചെന്ന് ചോദിച്ചു ഓടി വന്ന് നന്ദുവിനെ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച് വാങ്ങി ഇങ്ങ് കാണിക്കാൻ പറയാണ്. അങ്ങനെ ഫോൺ വാങ്ങിട്ട് നോക്കി. ഓഹോ, അവനാണല്ലേ അനി. അവനെ ഇപ്പൊ വിളിച്ചേ. ഗോവിന്ദേട്ടാ, നോക്കിയേ, അവനാ വിളിച്ചിരിക്കുന്നേ. അനി, എനിക്ക് നല്ല സംശയമുണ്ട് ഇന്നലെ അവനാണോ രാത്രി കേറിയെന്ന്. അതിന്റെ ബാക്കി ഭാഗം പറയാനായിട്ട് ചിലപ്പോ അവൻ ഇപ്പൊ വിളിച്ചായിരിക്കും അല്ലേ. നന്ദു പറഞ്ഞു, അമ്മയൊന്നും നിർത്തുന്നുണ്ടാ? എന്തിനാടി നിർത്തുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാല ബന്ധം നടക്കാൻ പോകുന്നില്ല. അവൻ വിളിച്ചിരിക്കുന്നു കിന്നിരിക്കാനായിട്ട്. നന്ദു പറഞ്ഞു, അമ്മേ, അനിയാ വിളിച്ച സമ്മതിച്ചു. പക്ഷെ അവൻ എന്തിനാ വിളിച്ചെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? തോക്കി കയറി വെടിവെക്കാതെ കാര്യം എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് സംസാരിച്ച പോരെ. അപ്പോഴേക്കും കനി ചോദിച്ചു, എന്തിനാടി വിളിച്ചേ? അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നയനേച്ചോടോ ഓടിപ്പോയി വിളമ്പാനായിട്ട് നിൽക്കരുത്. അത് കേട്ടപ്പോ ഗോവിന്ദ് ചോദിച്ചു, എന്താ മോളെന്ന് ചോദിക്കണം. അച്ഛാ, അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യം എന്നാ വെച്ചാ പറ. അത് ആദർശേട്ടൻ വിളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആദർശേട്ടൻ ദുബായിലെ ജയിലിലാന്ന്. ജയിലിലോ? കനക പെട്ടെന്ന് അവിടെ ബെഡിലേക്ക് ഇരിക്കുകയാണ്. നീ എന്താ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ നന്ദുവിന്റെ ഇടയിലേക്ക് വന്നു. അതേ വെച്ചാ ആദർശേട്ടൻ ജയിലിലാണ്. അല്ല, അതെങ്ങനെ? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോഴേക്കും കനക പറഞ്ഞു, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ മോൻ അങ്ങോട്ടേക്ക് പോയത്. ദൈവമേ, ഇതെന്തായിരിക്കും എന്തോ. നന്ദു പറഞ്ഞു, അറിയില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും കുടുക്കിയതാണോന്നും അറിയില്ല. ഗോവിന്ദൻ പറഞ്ഞു, ചിലപ്പോൾ അതിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, നവ്യയുടെ പ്രാക്ക്, അവൾ എന്തൊരു പ്രാക്കായിരുന്നു. അത് ഏറ്റുപോയതാന്ന് തോന്നുന്നു പാവം എന്റെ മോന്. അമ്മേ, നവ്യേച്ചി പ്രാഗിയിട്ടുണ്ടെങ്കിലൊന്നും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നവ്യേച്ചി പ്രാഗിന്നും വെച്ചോണ്ട് അങ്ങനെ ആദർശേട്ടനൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇതൊന്നുമല്ല, വേറെന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തേലും പ്രശ്നം കാണുമായിരിക്കും അവിടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കറിയില്ല. ഇത് നയനേച്ചി അറിഞ്ഞു കഴിയുമ്പോഴത്തുള്ള പ്രശ്നമാണ്. അത് ഓർക്കുമ്പോഴാ നവ്യേച്ചിക്കൊക്കെ സന്തോഷമായിരിക്കും ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്ന അറിഞ്ഞു കഴിയുമ്പോൾ. കാരണം അഭി ജയിലിൽ കിടന്ന ആളല്ലോ. അപ്പൊ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നമ്മളോട്. അത് മാത്രമല്ല, ഞാനാണ് ജയിലിലാക്കിയെന്ന് പറഞ്ഞല്ലേ ഇരുന്നത്. ഇനിയിപ്പോ ആദർശേട്ടൻ ജയിലിലാന്ന് പറയുമ്പോ നവ്യേച്ചിക്ക് സന്തോഷമാവും. പക്ഷെ നയനേച്ചിയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. കനക പറഞ്ഞു, അവളുടെ വയറ്റൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ദൈവമേ, ആശിച്ചു മോഹിച്ച് കിട്ടിയതാ. ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അമ്മ ഒരു കാരണവശാലും വിളിച്ച് ഈ കാര്യങ്ങളൊന്നും പറയരുത്. എത്ര ദിവസം പറയാതിരിക്കും മോളെ എന്ന് കനക ചോദിച്ചു. ഒന്നോ രണ്ടോ ദിവസം പറയാതിരിക്കാം, പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതിന് ഉത്തരവില്ലായിരുന്നു നന്ദുവിന്റെ പക്കല്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അല്ല, മൂർത്തി സാറിന് നല്ല പിടിപാടൊക്കെ ഉള്ളല്ലേ ഗൾഫില്. ഒരു പക്ഷെ അങ്ങനെ ആ വഴിക്ക് പിടിപാടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഗൾഫിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളോ. പെട്ടെന്ന് അതുകൊണ്ട് അതിനകത്തൊന്നും തലയൂരി പോരാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. കനക വിഷമിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും നന്ദു ഗോവിന്ദനോട് പറഞ്ഞു, അച്ഛാ, തൽക്കാലത്തേക്ക് ഇത് നയനേച്ചി അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ ഒന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നേ. ഇതേ സമയം ജഡ്ജി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട സമയത്ത് അബി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അബി ചെന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ആലോചിച്ചോണ്ടിരിക്കുന്ന എന്താ? നിന്നെ കുറിച്ച് തന്നെയാടാ. എന്നാലും നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോടാ? അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അബദ്ധമോ? എന്തബദ്ധം? എടാ, ഇതൊക്കെ അബദ്ധം എന്ന് പറയാൻ പറ്റുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദർശന് ആലോചിച്ചല്ലായിരുന്നോ നവ്യെ? എന്നിട്ട് നീ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറി. എന്നിട്ട് നിന്റെ കല്യാണ നിശ്ചയം വരെ കഴിഞ്ഞല്ലായിരുന്നോടാ? ആ പെൺകുട്ടി നല്ല കാശുള്ളൊരു വീട്ടിലെ. അവളിപ്പം നല്ലൊരു അമേരിക്കക്കാരനെ കെട്ടി പുറത്താണ്, അറിയാലോ. ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എൻ്റെ അമ്മേ. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എടാ, ആ നവ്യ ആദർശിന്റെ തലയിൽ കയറി പോവായിരുന്നെങ്കിൽ നിനക്ക് നീ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഇത് കേട്ടപ്പം അഭി പറഞ്ഞു, അമ്മയൊന്ന് ക്ഷമിക്കമ്മേ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എടാ, ആദർശ് ദുബായ് ജയിലിൽ തന്നെ ഉണ്ടല്ലോ. അതേമ്മേ, ആ സത്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ എല്ലാവരും അറിയും. എല്ലാവരും ഇവിടെ കിടന്ന് കരയും. അപ്പോഴേക്കുമാണ് ദേവേനെ എന്നോട് വരുന്നത് കാണുന്നത്. അമ്മ ഒന്ന് പതുക്കെ പറ. ഇതേ പട്ട
പട്ടാളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മയും മോനും കൂടെ ഒരു ഗൂഢാലോചന? ജലജ പറഞ്ഞു, ഞാൻ ഇവനെ കുറ്റപ്പെടുത്തുമായിരുന്നു ആ ചന്തുമോളുടെ കാര്യത്തില്. ഹോ, കുറ്റപ്പെടുത്തുന്നേ കൊള്ളാം. അതും നീ ഇവനെ കുറ്റപ്പെടുത്തുന്നു, ഞാനത് വിശ്വസിക്കണമല്ലേ? ഇവരെ പോലെ ഒരു ദുഷ്ടനെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല. എടാ, നീ എത്ര വട്ടമാടാ പാമ്പിടിച്ച പെൺകുച്ചിനെ കൊല്ലാണ്ട് ശ്രമിച്ചേ, എന്നിട്ടോ അതിനിപ്പം അങ്ങനെ തളർത്തി കിടത്തേക്കും അല്ലേ? ഇത് കേട്ടതും അബി പറഞ്ഞു, അയ്യോ വല്യമ്മ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. മിണ്ടര, നീ ഒരക്ഷരം പോലും പറഞ്ഞേക്കരുത്. എനിക്കറിയാടാ നീ എന്താ ഏതാന്നൊക്കെ. ഇനി നീ ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇല്ല അമ്മായി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. എടാ, ഇനി നീ കാണാൻ ഇത്തിരി സൗന്ദര്യമുണ്ട്, പണമുള്ള ഒരു പെൺകൊച്ചിനെ കണ്ട അതിന്റെ പിന്നാലെ പോ. നിന്റെ സ്വഭാവം എനിക്കറിയരുതോ? നീ ഇതിലപ്പുറം ചെയ്യുമെന്നറിയാം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഏടത്തി, അവരങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അതിന്റെ പേരിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം, നീ എന്റെ കൂടെ വരാൻ പറയണം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് പിന്നെ ഏടത്തി, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ആദർശ് വിളിക്കാൻ പറ്റോ ചെയ്തോ? വിളിച്ചില്ല എന്ന് പറയാ. എന്തേലും വിവരം കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബിയുടെയും ജലജയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായി. പെട്ടെന്ന് ദേവേനിച്ചു, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു സന്തോഷം? ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്റെ മകൻ വരാതിരിക്കുന്ന ഓർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വിളിക്കാതിരിക്കുന്ന ഓർത്തിട്ടായിരിക്കും ഈ സന്തോഷമല്ലേ? ജലജയോട് പറഞ്ഞു, നീ എന്റെ കൂടെ വാ, നിനക്കിട്ടുള്ള പണി ഞാൻ തരാന്ന് പറയണം. എങ്ങോട്ടാ എടുത്തി? വരാനല്ലേ പറഞ്ഞേ? ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നീ എന്റെ അടിമയായിരിക്കും. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, രണ്ടുപേരും മുമ്പ് തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടുത്തെ പുറമ്പോക്കാന്ന്. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും നിങ്ങൾ പുറമ്പോക്ക് തന്നെയാണ്. അതുകൊണ്ട് പുറമ്പോക്കൾ ആ ജോലി ചെയ്താൽ മതി. എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ജലജയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ദേവേനി. അബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതം തകരുമെന്നറിയാം. പിന്നീട് ദേവേനി ജലജയും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജലജയോട് പറഞ്ഞു, എന്റെ മോൻ ആദർശ് വിളിക്കാത്തതില് നിന്റെ മരുമോളും നവ്യയ്ക്കും പിന്നെ നിനക്കും ഈ പറയുന്ന നിന്റെ മോന് അബിയുണ്ടല്ലോ, അബിക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്നറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു. അതെന്താ എടുത്തി അങ്ങനെ പറയണേ? അറിയാടി, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്നറിയാം. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നവ്യ കാര്യങ്ങളൊന്നും അറിയാത്തടത്തോളം കാലം നവ്യ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എൻ്റെ മോനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവനിപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉണ്ടല്ലോ, ഇതിനൊരു പരിഹാരം വേണ്ടേ? നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം. രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയില. 10 മണി വരെ ചിലപ്പോൾ കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഓസ് എടുത്തോണ്ട് വന്ന് ഈ ചെടികൾ മുഴുവൻ അങ്ങോട്ട് നനയ്ക്കാൻ പറഞ്ഞു. ഞാനാ, പിന്നല്ലാതെ ഇന്ന് മാത്രമല്ല എന്ന് നീ ആയിരിക്കണം ഇത് ചെയ്യണ്ടേന്ന് പറഞ്ഞു. നീ എന്തേലുമൊക്കെ ചെയ്യ, അങ്ങനെ നിന്നെ വെറുതെ ഇരുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഒന്നും മിണ്ടാതെ പോയി ഓസ് എടുത്തോണ്ട് ചെടി നനയ്ക്കാൻ തുടങ്ങി. അത് നോക്കി ദേവയാനി നിൽക്കുകയാണ്. അപ്പോഴേക്കും ജാനകി അകത്തുനിന്ന് ഇറങ്ങി വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഏട്ടത്തി ഇത്? ഈയിടെയായിട്ട് ജലജയ്ക്ക് ഭയങ്കര മാറ്റമാണല്ലോ. ഏട്ടത്തി എന്ത് പറഞ്ഞാലും അനുസരിക്കുമല്ലോ. അതെ, അനുസരണ ഒരു നല്ല ശീലം തന്നെയാണ്. ചിലർക്കൊക്കെ അത് വിനി ആവാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഇങ്ങനെ രൂക്ഷമായിട്ട് ജലജ ഒന്ന് നോക്കുകയാണ് ദേവേനിയെ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അല്ല എന്ത് പറ്റി? അതെ, ഒന്നും പ്രത്യേകിച്ച് പറ്റിയിട്ടൊന്നുമില്ല എന്ന് ജലജ പറഞ്ഞു. ഏട്ടത്തിക്കും നയനിക്കും ഒക്കെ വയ്യാതിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ദേവേനി പറഞ്ഞു, ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. നീ ഇത് മൊത്തം നനച്ചില്ലെങ്കിലുണ്ടല്ലോ തല വഴി നിന്റെ വെള്ളം കോരി ഒഴിക്കും ഞാൻ. അത് കേട്ടപ്പോൾ ജലജയ്ക്ക് നല്ല ദേഷ്യമായി. ജാനകി ചിരിക്കുകയാണ്. ജാനകി പറഞ്ഞു, എന്നാലും എന്റെ ജലജയെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, പെട്ടെന്ന് എന്ത് പറ്റി നിനക്ക് ഇത്രയ്ക്കൊരു മാറ്റം? ഞാൻ 1-2 ദിവസമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ദേവേനി പറഞ്ഞു, ചിലർക്കൊക്കെ മാറ്റങ്ങൾ നല്ലതാ ജാനകി. ചിലര് മാറാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. ജാനകി ജലജയെ നോക്കിയിട്ട് ചിരിച്ചിട്ട് കയറുന്ന സമയത്ത് ജലജയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. നീയൊക്കെ സന്തോഷിച്ചോ? നിന്റെ ഒന്നും സന്തോഷമൊന്നും അധിക സമയത്തേക്ക് ഉണ്ടാകത്തില്ല. അവൻ ജയിലിലല്ലേ ആദർശ്, കുറച്ച് കഴിയുമ്പോഴാണ് നീയൊക്കെ പൊട്ടിക്കരയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി നയനിക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്തോണ്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇത് കഴിക്കുക, ആദർശ് വിളിക്കുമെന്ന് പറയണ. വിളിക്കുമെന്ന് പറയുന്നല്ലാതെ വിളിക്കുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, മോളെ നീ കഴിക്കാനൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനെ ഒന്ന് നോക്കി. അല്ല, അമ്മ കഴിച്ചോന്ന് ചോദിക്കുകയാണ് ദേവേനയോട്. അത് പിന്നെ ഞാൻ കഴിച്ചു മോളെ. ജലജ പറഞ്ഞു, വെറുതെ പറയുന്ന, ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ദേവേനിക്ക് ദേഷ്യം വന്നു. ദേവേനിച്ചു, നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? നിന്നോട് ആരാ എന്തേലും ചോദിച്ചോ? നീ ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ജലജ അങ്ങോട്ട് മാറിപ്പോയി.
ഏട്ടത്തിക്ക് മരുമോളോടുള്ള സ്നേഹം ഇപ്പൊ വിളിക്കുമെന്നും പറഞ്ഞിരുന്നു. രണ്ടുപേരും നോക്കിയിരുന്നു. എപ്പ വിളിച്ചെന്ന് ചോദിച്ചാൽ മതി. അതും പറഞ്ഞ് അവിടെ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വിധത്തിൽ ദേവേനെ നിർബന്ധിച്ച് നയനെ കൊണ്ട് ഇത്തിരി കഴിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നയൻ പറഞ്ഞ അമ്മയൊന്നും കഴിച്ചില്ലോ. അമ്മ കഴിക്കാനും പറഞ്ഞൊരു ദേവേനിക്കും വാരി കൊടുക്കുക. അതൊക്കെ കണ്ടപ്പോൾ ജലജയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മുത്തശ്ശന്റെ അടുത്തേക്ക് ജയനും അജയനും കൂടെ വരുവാണ്. ആ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല ആദർശ് വിളിക്കുവാൻ മറ്റോ ചെയ്തോ? ഇല്ല. അല്ല നിങ്ങൾ അവിടേക്ക് വിളിച്ചോ? അവര് വല്ല വിവരവും വല്ലതും തന്നോന്ന് ചോദിക്കുക. ഇല്ല, ആരും വിളിച്ചില്ലെന്ന് പറയണ. മുത്തശ്ശൻ പറഞ്ഞു, അവൻ വിളിക്കും. നോക്കാം, ഇന്നും കൂടി ഒരു സോടെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഇപ്പൊ AM ജൂവലർക്കാരാണ് ഗൾഫില് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ സിസ്റ്റം തന്നെ അവര് ഇവിടെ കേരളത്തിൽ ഇറക്കാനായിട്ട് ഒരുങ്ങുകയാണ്. എന്നിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് പരസ്യത്തിന്റെ മോഡലായിട്ട് അഭിനയിക്കാനായിട്ട് നവ്യ പോയത്. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അവളോട് എത്ര പറഞ്ഞാലും അവളുടെ തലയിൽ കയറത്തില്ലോ അച്ഛാ. അജയൻ പറഞ്ഞു, അത് മനസ്സിലാവണമെങ്കിൽ ഇനിയിപ്പം നവ്യ സത്യങ്ങളൊക്കെ അറിയണം. അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവൾക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞു, അത് നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. ആദർശിന്റെ ഭാര്യയായിട്ട് ഇവിടെ വരേണ്ടവളാണ് നവ്യ. ആദർശ് കമ്പനിയുടെ മാനേജരാണെന്ന് പറഞ്ഞോണ്ട് ഇരുന്നേ. പക്ഷേങ്കിൽ അബി തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അബിയോടൊപ്പം സ്നേഹിച്ചു പോന്നവള് അവള്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരുത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിച്ചു. അതേ അച്ഛാ, എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, കാത്തിരിക്കാം. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അല്ല എന്തെങ്കിലും ഇനിയിപ്പം പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമോ? ആദർശന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. അവനൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആരെങ്കിലും അതും ഇതും പറയുന്ന കേട്ട് അതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇന്നും കൂടെ നോക്കിയിട്ട് കണ്ടില്ല, നമുക്ക് അവനെക്കുറിച്ച് അന്വേഷിക്കാം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജയനെ അജയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ ഏത് രീതി എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ. പിന്നീട് നയനെ വിഷമിച്ചിരിക്കുമ്പോൾ ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ജലജയം വരുവാണ്. നയന പറഞ്ഞു, അമ്മേ ആദർശേട്ടൻ ഇതിലായിട്ടും വിളിച്ചിട്ടില്ലോ. വിളിക്കും എന്ന് പറയുന്നതല്ലാതെ വിളിക്കുന്നില്ലോ. ഇത്ര സമയം വേണോ വിളിക്കാനായിട്ട്? മീറ്റിംഗ് ആണെങ്കിലും കഴിഞ്ഞ് കാണത്തില്ലേ? ദേവേനി പറഞ്ഞു, മോളെ വിളിക്കാതിരിക്കില്ല. നീ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം കൂടെ അല്ലേ, ഉറപ്പായിട്ടും വിളിക്കൂന്ന് പറയണം. ജലജ പറഞ്ഞു, അല്ല ഇത്ര സമയമായിട്ടും വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അല്ല ആദർശൻ എങ്ങോട്ട് വിളിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ ഇരുന്ന് പറയുക. ആ സമയം ദേവേനി നയനെ സമാധാനിപ്പിക്കുക. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മോള് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നിന്നെ വിളിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അവനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കുമാണ് അബിയും നവ്യയും കൂടെ അവിടേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.